അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്തെ ധ്യാനത്തിനായിട്ട് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം ആദ്യ ഭാഗം ഇങ്ങനെ പറയുന്നു: തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന്, ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യൻ, ദൈവത്തിന് ഇഷ്ടമുള്ള മനുഷ്യൻ. ദാനിയേലിനെ കുറിച്ച് ദൈവം പറഞ്ഞൊരു വാക്കിങ്ങനെ: എൻ്റെ പ്രിയ പുരുഷനായ ദാനിയേൽ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണോ? നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വേണ്ട സന്തോഷവും നമുക്ക് വേണ്ട ജ്ഞാനവും എല്ലാം ദൈവം തരും. ദൈവത്തിൻ്റെ കയ്യിൽ സകലതുമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊന്ന് മാത്രം: നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ എന്ന് പറയും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ ദൈവകൽപ്പന അനുസരിക്കാൻ നമുക്ക് തയ്യാറില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് വചനം പറയുന്നത് നമ്മൾ കള്ളന്മാരെന്നാണ് പറയുന്നത്, തെറ്റുകാരെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന ഒരു ദൈവവേദനാണോ? ദൈവം നമുക്ക് സന്തോഷവും ജ്ഞാനവും ഒക്കെ നൽകും. ഇന്ന് പകൽക്കാലം നിങ്ങളെ ദൈവ സന്തോഷത്താലും ജ്ഞാനത്താലും ദൈവകൃപയാലും ദൈവം നിറയ്ക്കാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിന്മേൽ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി നൽകാൻ പോവുക. നിങ്ങളുടെ കടഭാര വിഷയങ്ങളിന്മേൽ ദൈവം പ്രസാദിക്കും. പക്ഷേ നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ ഒരു പ്രാർത്ഥന കഴിക്കുന്ന ദൈവവേദനായി, അർത്ഥാൽ വിശുദ്ധിയുള്ള ദൈവവേദനായി, വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഹേമിപ്പിക്കുമ്പോൾ ഈ പകൽക്കാലം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്ത് മുൻപോട്ട് പോയാൽ സന്തോഷവും ജ്ഞാനവും പ്രാപിപ്പാൻ കഴിയും. അതിനായി ദൈവവരങ്ങളിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.